ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടന്റെ സങ്കടവും കരച്ചിലും ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞങ്ങൾ അവനൊരു കൂട്ടുകാരനെ കൂടെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ അവനെ ഒരു കൂട്ടുകാരനെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയതാണ്. അവനെയും കൂട്ടിയാണ് ഞങ്ങൾ കൂട്ടുകാരനെ വാങ്ങിക്കാൻ പോയത്. പോകാനൊക്കെ അവന് വലിയ ഉത്സാഹമൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കാറേ വന്ന് കയറുകയൊക്കെ ചെയ്ത്. പിന്നെ അവൻ കാറേ കയറി കഴിഞ്ഞപ്പോൾ അവന് ചേച്ചിമാരുടെ കൂട്ടത്തിലിരിക്കണം. അവൻ പിന്നെ പുറകേക്ക് ചേച്ചിമാർ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് അവനെ ഇരുത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ അങ്ങനെ ഛർദ്ദിക്കുകയോ വല്ലതും ചെയ്തെങ്കിലോ എന്നോർത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളും അല്ലിക്കുട്ടനും യാത്ര പോയത്. ഞങ്ങൾ അവനെ കൂട്ടുകാരനെ ഉടനെ തന്നെ കൊണ്ടുവരണം, അവനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ വളർത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയി. ഞങ്ങൾ പിന്നെ ആ വീട്ടുകാരെ വിളിച്ച് വഴിയെല്ലാം ചോദിച്ചൊക്കെ ആണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അവിടെയുണ്ട് രണ്ട് ചേച്ചിമാർ. അതിലൊരു ചേച്ചിയാണ് അവരുടെ കുഞ്ഞുവാവേനെ ഞങ്ങൾക്ക് തന്നത്. ചേച്ചിമാരുടെ കയ്യിലേക്ക് കിട്ടിയപ്പം ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലിക്കുട്ടനെ അവർ കാണിച്ചു കൊടുത്തേടാ നിൻ്റെ കൂട്ടുകാരൻ ഇതാണെന്ന് പറഞ്ഞ്. അവൻ ദേ മൈൻഡൊന്നും ഇല്ലാതെ കൊണ്ട് തിരിഞ്ഞിരുന്ന്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവനെയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്ന്. ഇവനെ കൂടെ കൂട്ടിയത് അല്ലിക്കുട്ടന് തീരെ ഇഷ്ടമായില്ല. അങ്ങോട്ട് പോയ സന്തോഷമൊന്നും തിരിച്ച് വന്നപ്പോൾ അല്ലിക്കുട്ടനില്ലായിരുന്നു. ചേച്ചി അവനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഓരോ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനതൊന്നും കാണാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവൻ കൂട്ടുകാരനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുക. ഞങ്ങൾ അവന് കൂട്ടുകാരനെ വാങ്ങിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെ. ഞങ്ങൾ പേരൊക്കെ ഇട്ട് അവന് ഞങ്ങൾ ശംഭു എന്ന് വിളിച്ച്, ഞങ്ങൾ ചമ്പുക്കുട്ടാന്നെല്ലാം വിളിച്ച് ഞങ്ങൾ ഇതിലെല്ലാം അവനെ കൊണ്ട് നടന്ന് അവനെ കൊണ്ടുവന്നത് ഞങ്ങൾ കുളിപ്പിച്ച് അവനെ ഞങ്ങളെല്ലാം മിടുക്കനാക്കി. പക്ഷേ ഒരു തരത്തിലും നമ്മുടെ അല്ലിക്കുട്ടൻ അവനുമായിട്ട് അടുക്കുകയില്ല. അവനെ നമുക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല. നിലത്ത് വെച്ച് അപ്പം തന്നെ അവൻ അല്ലിക്കുട്ടൻ ചെന്ന് അവനെ ഉപദ്രവിക്കുകയും കടിക്കാൻ ചെല്ലുകയും അവൻ്റെ പുറത്ത് കയറുകയും ഒക്കെ ചെയ്യുകയാണ്. ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പം അവനാണെങ്കിൽ ഇവനെ ചെന്ന് കണ്ണിനകത്തേക്ക് ചെന്ന് കുത്തുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കിടന്ന വഴക്ക്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ അവനെ നിലത്ത് വെച്ചേയില്ല. ചമ്പക്കുട്ടനെ ഞങ്ങൾ എപ്പോഴും കൈ തന്നെ കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ നിലത്ത് വെക്കാനായിട്ട് നമുക്ക് ജോലികളൊക്കെ ഇല്ലേ. പിന്നെ പിള്ളേരാണേലും കുറേ നേരം എടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി നേരം പോലും നിലത്ത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അല്ലിക്കുട്ടനെ ഞങ്ങൾ കെട്ടിയിട്ട് നോക്കി. കെട്ടിയിട്ടപ്പോഴത്തേക്കിനും അവൻ ഭയങ്കര കരച്ചിൽ. ശംഭുക്കുട്ടനെ ചേച്ചിമാരെടുത്ത് പിടിക്കുന്നതൊക്കെ അല്ലിക്കുട്ടന് ഭയങ്കര ദേഷ്യമായിരുന്നു. അവന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവൻ ചേച്ചിമാരുടെ പുറകിൽ നിന്ന് മാറാതെ നടക്കുമായിരുന്നു. അവനോർത്ത് ഇനി ഞങ്ങൾക്ക് അവനെ വേണ്ട, ഞങ്ങൾക്ക് ഇനി ശംഭുവിനെ മതി എന്നൊക്കെ ആയിരിക്കും അവൻ വിചാരിച്ചു. എന്നാലും അവൻ കീ 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 എന്നും പറഞ്ഞ് കരഞ്ഞ് ഞങ്ങളുടെ പുറകെ നടക്കുമായിരുന്നു. എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം വന്നു. ഞങ്ങൾക്ക് ശംഭുക്കുട്ടനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ ഈ FB-യിൽ പോസ്റ്റ് കണ്ടാണ് ഞങ്ങൾ അവനെ വാങ്ങിക്കാനായിട്ട് പോയത്. പിന്നെ ഞങ്ങൾക്ക് അവനെ ചെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട നല്ല കുഞ്ഞായിരുന്നു. അവനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് വളർത്താനായിട്ടുള്ള ഒരു ഭാഗ്യം ഇല്ലാതെ പോയി. ഇനി ഞങ്ങൾക്ക് സത്യം പറഞ്ഞൊരു ഇവനൊരു കൂട്ട് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സ്വഭാവമായതുകൊണ്ട് ഇതിന് ഭയങ്കര സ്വാർത്ഥതയാ തോന്നുന്നു. ഞങ്ങൾ ആരെ സ്നേഹിക്കുന്നത് ഇഷ്ടമില്ലല്ലോ. ഇതിന്റെ ചേച്ചിമാരും ഇവന്റെ അമ്മയും എല്ലാം ഇവനെ മാത്രം സ്നേഹിക്കണമെന്നുള്ളതാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അല്ലിക്കുട്ടനെ ഞങ്ങൾ കെട്ടിയിട്ട് നോക്കി. കെട്ടിയിട്ടപ്പോഴത്തേക്കിനും അവൻ ഭയങ്കര കരച്ചില്. പിന്നെ അവന്റെ കരച്ചിൽ കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഒട്ടും പറ്റാഞ്ഞിട്ട് പിന്നെ നമ്മൾ ശംഭുവിനെ തിരിച്ചു കൊണ്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ കൂട്ടുകാരനെ വാങ്ങിക്കാൻ പോയ കാര്യവും ഇതിന്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഞങ്ങളിനി നാളെ വരാവേ.